ദൂരെ വെച്ചിട്ട് നിന്റെ പൽക്ക കേട്ടുകൊണ്ടുള്ള ഉമ്മ പെങ്ങന്മാരുടെ ചൊല്ലട്ട നിങ്ങളെ ലൈഫ് സാർത്ഥക ആയിട്ടെങ്കിൽ ഇന്റെ എഴുതി വെക്കറു നന്റെ ലൈഫ് സാർത്ഥക ആയിട്ടെങ്കിൽ എങ്ങനെ ഗൊന്താവട ഉസ്താദേ ബൊള്ളായുടെ ഒരു ഉമ്മ കേട്ടെ ഉസ്താദ് നന്റെ ലൈഫ് സാർത്ഥക ആയിട്ട് വ്യർത്ഥ ആയിട്ടില്ല എന്നിട്ട് എങ്ങനെ ഗൊന്താവട ഉസ്താദേ എഴുതി വെക്കറു ഉമ്മമാരെ ഇന്നലത്തെ കാട്ടി ഇന്നലെ നിങ്ങൾ ആക്കാത്ത ഒരു എന്തെങ്കിലും ഒരു നല്ലത് ഇണ്ട് നിങ്ങൾ ആക്കിയാറാ ഇണ്ട് ആക്കാത്ത ഒരു നല്ലത് നാളെ നിങ്ങൾ ആക്കിയാറാ ഇന്നലെ ഒരു 5 നല്ലതാക്കിയാൽ ഇണ്ടു നിങ്ങൾ 5 ആക്കിരമാ നിങ്ങളുടെ ലൈഫ് സാർത്ഥകമായിട്ടില്ല ഇണ്ട് 6 ആക്കോ ഇണ്ട് 6 ആക്കിയമാ 4 6 ആവത്തിര 4 7 ആവണു അങ്ങനത്തെ മാത്രം നല്ലത് ജന്മ ഉണ്ടാ നല്ലത് കൊറടിയൊന്നുമില്ല ഇഷ്ടം പോലെ നല്ലതുണ്ട് ഖിയാമത്ത് നാളിന്റെ ഓർത്താരിക്കത്തോല ആക്കുകളെല്ലാം നല്ലതുണ്ട് പക്ഷെ നമുക്ക് കൊന്തു വേണു ആ നല്ല ആക്കുകളുടെ നസീബ് വേണു അണബറ വേണു അണബറ പണ്ടെല്ലാം അണബറ എന്തെങ്കിലും കേൾക്കുന്ന പറയടിക്കണോ അണബറ അത് അങ്ങനെ ചൊല്ലുമ്പോ മാത്രം പറയടേണ്ട അതേ ടൈമിൽ ഹനബറ ചൊന്നെങ്കിൽ തക്ദീർ ഉണ്ട് നസീബ് ഉണ്ട് ഉണ്ട് ഇവിടെ ഒരു ഹെൽത്ത് ഉണ്ട് ആ ഹെൽത്തേ നടക്കടേ അല്ല ഓർത്ത ബന്ധുണ്ട് ഉസ്താദ് നക്ക് നല്ലാവുകയായിട്ടല്ലോ ഉസ്താദ് എന്തിനാക്കടേ നന്റെ അള്ള ഇങ്ങനെ ആക്കിയേ കണ്ട് വെറുതെ അള്ളടെ ദൂരം നിക്ക് നല്ലാവുക മനസ്സില്ലല്ലോ നീ വെറുതെ അള്ളടെ ദൂരം അത് ഉമ്മയുടെ പേപ്പർ നിൽക്കുമ്പോ അള്ള കണക്കാക്കിട്ടിരിക്കുന്നല്ലോ ഉസ്താദ് ആരല്ല ഈമാനോട് കൂടെ മരിക്കട ആരല്ല ഈമാനില്ലാണ്ട് ചാവിടേൻ പിന്നെ ഞാൻ എന്തി ഉസ്താദ് ഞാൻ എത്ര കഷ്ടപ്പെട്ടിരുന്ന കാര്യം കണക്കാക്കി വെച്ചല്ലോ അള്ളാഹു തആല ഉമ്മയുടെ ബാത്തില് ഈമാൻ ഇല്ലാത്ത ചാവണു എന്നിട്ട് അള്ള കണക്കാക്കിട്ടിന്നെങ്കിലും നിന്റെ നല്ല തണ കൊണ്ടിട്ട് അള്ളാഹു അത് ബദലാക്കൂ ചാൻസ് ഉണ്ട് ഇന്നലെ അരിക്കിള മാടാവിടെ വാദറ സദസ്സില് ഞാൻ 3 വിഷയം ചൊന്നര ഇന്നിപ്പോ അത് റിപ്പീറ്റ് ആക്കില്ല ആ 3 വിഷയം ഞങ്ങളെ ലൈഫിൽ ആക്കിട്ടിന്നെങ്കിൽ ഉമ്മയുടെ ബാത്തിൽ അള്ള കണക്കാക്കിട്ടിക്കട ഓണ് ബെടക്കാവണു നിന്നിട്ടു ആ എങ്കിൽ അല്ലാഹു തആല നല്ലാക്കിട്ട് പരിവർത്തനാക്കടാ 3 വിഷയമുണ്ട് അന്ന് 3 വിഷയം ഇപ്പൊ ഞാൻ ചൊല്ലൂല ഞാൻ ചൊന്നോണ്ട് വന്നു മോമിനീങ്ങളെ ഞങ്ങളെ ചരിത്ര കേൾക്കുമ്പോ എന്തിനായിട്ട് ചരിത്ര കേൾക്കണു വഅദറ ഉസ്താദരൊട്ട ചരിത്ര ചൊല്ലാറല്ലേ എന്തിക്ക് ചരിത്ര ചൊല്ലു പാട്ടണു ആ ചരിത്ര കേക്കട മഹാന്റെ ലൈഫ് സ്റ്റൈല് ഇനിമേലെ നന്റെ ലൈഫ് സ്റ്റൈൽ ആവണു പാലക്കാറ ഇപ്പ കൊറിയ പാലക്കാരങ്ങ ഉള്ളാരുടെ നണ്ട വാദറ സദസ്സിൽ അങ്ങനത്തെ പാലക്കാരങ്ങളെ കണ്ടോണ്ടില്ല ആ പാലക്കാരങ്ങളെ തലയിൽ നോക്കുമ്പോ റിബണ് കാണ്ട് ഇന്റെ ആണുമക്കൾക്ക് പെണ്ണ് കാണാവകാശ ഞാനിപ്പോ അതൊക്കെ ചെമ്മ പോണ്ടില്ല എന്നാ ചൊന്നോണ്ട് വന്നു പണ്ടത്തെ പെണ്ണിങ്ങേ നക്ക കൊന്തുണ്ട് നന്റെ എലോലു അവള് സ്കൂളിൽ പോയോണ്ടിരിക്കുമ്പോ ഞങ്ങ ഒട്ടിക സ്കൂളിൽ പോയോണ്ടിരിക്കുമ്പോ അവളുടെ തലയില് ഹെയർ ബെൻഡിന്ത് അതേപോലെ ഹെയർ പിന്നിന്ത് ഇണ്ട് നോക്കുമ്പോ ബാലക്കാരങ്ങ തലയില് റിബന് കാണ്ട് അല്ലലാ പെണ്ണിട്ടത് എന്തികളാ പെണ്ണ് മൂസ നീന് നിന്റെ തല കിടോ പെണ്ണിട്ടത് എന്തികളാ ആണ് തല കിടോ ആണായിട്ട് നടക്കണായതിലാ പെണ്ണ് പെണ്ണായിട്ട് നടക്കണായത് മൻ തശബ്ബഹ ബിഖൗമി ഫഹുവ മിൻഹു വേറെ ഒരാളൊട്ട തുലനായെങ്കിൽ കമ്പയർ ആയെങ്കില് അവൻ ആ കൂട്ടത്തിൽ പെട്ടുപോയാണ്ടല്ലേ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു ഞങ്ങ ഓർക്കവും അങ്ങനെ ആവകുതീറ മുസ്ലിം ബാലക്കാരങ്ങളെ അതാ ബാലക്കാരങ്ങളെ തലല് റിബണ് കാണുകതീറ വേറെ കൊറിയ ബാലക്കാരങ്ങ ഉള്ളാറ് സുബ്ഹാനല്ലാഹ് അവന്റെ കയ്യില് കാണ്ട് ചെയിന് കാണ്ട് അവന്റെ കൽത്തല് കാണ്ട് ചെയിന് കാണ്ട് കൽത്തല് മാലയിടണായത് ഗോണ നീ അല്ലലാ കൽത്തല് മാലയിടണായത് നിന്റെ ഉമ്മലാ കൽത്തല് മാലയിടണായത് നിന്റെ മൂത്തോലുലാ കൽത്തല് മാലയിടണായത് നിന്റെ എലോലുലാ നിക്ക് പഠിപ്പില്ലെങ്കിൽ പഠിപ്പുള്ളങ്ങളെ കേട്ടിട്ട് പഠിക്കല ഞാൻ ചൊന്നോട്ട് വന്നു ബാലക്കാറാ ഓന്റെ കൽത്തല് മാല കാണ്ട് എന്തികളാ നിന്റെ കൽത്തല് മാല കണ്ടോട്ടുള്ളൂ
നോക്കുമ്പോ ഓൻ ഏതാ ഒരു സിനിമ നോക്കിയപ്പാ ആ സിനിമത്തിൽ എന്താ ഒരു സ്റ്റൈല് വന്നത് ഹീറോയുടെ കഴുത്തില് അതാ മാല കൊണ്ട് ചെയിനുണ്ട്. ഇപ്പൊ നോക്കുമ്പോ ആ കഴുത്തില് ചെയിൻ ഇട്ടിട്ട് മാല ഇട്ടിട്ട് പള്ളിയില് നിസ്കാരത്തിന് വന്നോണ്ടുള്ള ഓൺ എന്തിಗೆ നിസ്കരിക്കടോ? കഴുത്തില് ചെയിൻ ഇട്ടിട്ട് നടക്കണ ബാലക്കാരൻ നീ എന്തികളാ നിസ്കരിക്കടോ? നിന്റെ നിസ്കാരം ആറുകളാ. നീ യഥാർത്ഥത്തിൽ മുസ്ലിമായിട്ട് റബ്ബുകനായിട്ട് നിസ്കരിക്കണമെന്നുണ്ടായെങ്കിൽ നിന്റെ കഴുത്തിലുള്ള ചെയിൻ എടുത്ത് വെച്ചുക, നിന്റെ കയ്യിലുള്ള ചെയിൻ ദൂരെ വെച്ചുക. നോക്കുമ്പോ തലയിൽ തൊപ്പിയില്ല, കഴുത്തിൽ ചെയിൻ ഇട്ടുണ്ടോ? തൊപ്പിയല്ലേ വേണയോ? തൊപ്പില്ല. പള്ളിയിൽ വന്നെങ്കിലും പള്ളിയിൽ അല്ല തൊപ്പി ആ ഉണ്ണിക്ക് അങ്ങനെ തൊപ്പി കീസയിലില്ലേ ജണ്ട് ഇല്ലേ പാന്റിൽ ജണ്ട് കീസ ഉടൻ കീസ ഇഞ്ഞൻ കീസ മുട്ടുളും കീസ എന്തികായിട്ട് നോക്കാം മുട്ടുളും കീസ ഗൂഗിൾ പേ ഫോൺ പേ എല്ലാം വന്നല്ല പിന്നെ എന്തിക്ക് പൈസ കുറച്ച് കൊമ്പുകയൊന്നുമില്ലല്ലേ പാന്റിൽ മുട്ടുളും കീസ ബാക്കലും കീസ പണ്ടത്തെ എന്തമാ ഒരു വിഷയം ഒരാളെ വിഷയം പേര് ചെന്നിട്ട് നാലൊരു ഉദാഹരണം മാത്രമേ వాళ్ళు പോകുമ്പോൾ ഉസ്താദ് വന്നിട്ട് മെല്ലെ കേൾക്കണേ, അല്ല നിങ്ങൾക്ക് എങ്ങനെ അയാളെ വിഷയം ಗೊತ್ತಾಯೆ ഇന്ന പോലെ പണ്ടത്തെ ആൾമാരിങ്ങനെ ജണ്ട് കീസ വെച്ച് നടന്നു എന്നിട്ടില്ലേ ഞങ്ങളെ ബോബമാർഗല്ല ജണ്ട് കീസ ഇന്ത്യന്റെ കീസയുടെ അഗത്യമില്ല. പെട്രോൾ പമ്പ് പോയി നോക്കുമ്പോ ഇങ്ങനെ മുഞ്ഞാണ്ട് വാന്ന് പോകുന്ന ഒട്ടിക്കുള്ള ആൾ പമ്പുള്ളൂ എണ്ണയുടെ വാട്ടിയിട്ട് തന്നെ ഒട്ടിക്കുള്ള ആള് നാക്കിട്ട് നീ എന്തെങ്കിലും പമ്പുണ്ട് ഫോട്ടോ എടുക്കണേ അല്ല ഉസ്താദേ അത് ബാർകോഡ് ഉണ്ട് അതിലെ സ്കാനിങ് ആക്കിയല്ലോ പൈസ പോകും പൈസ കൊടുക്കും. അപ്പൊ പൈസ എടുത്ത് കൊടുക്കണ്ടില്ല. പക്ഷേ ഞാൻ ചൊന്നോണ്ട് വന്നു ഇത്തര കീസ കൊണ്ട് പാന്റിൽ നിന്നിട്ട് സുബ്ഹാനല്ലാഹ് ഒരു 100 രൂപയുടെ തൊപ്പി കൊണ്ട് കീസയിൽ വയ്ക്കുക ഈ ബാലക്കാറുകായില്ലെങ്കിൽ ഓനെന്ത്ര മുസ്ലിം തൊപ്പിയല്ലേ ഇസ്ലാമിന്റെ ചിഹ്ന തൊപ്പിയല്ലേ മുസ്ലിം ബാലക്കാറാ. കീസയിൽ ഒരു 100 രൂപയുടെ തൊപ്പി വയ്ക്കുകയില്ലെങ്കിൽ ഓനെന്ത്ര മുസ്ലിം. ജമാഅത്ത് കമ്മിറ്റി പള്ളിയിൽ തൊപ്പി അറേഞ്ച് ആക്കണ നിക്ക് നിസ്കരിക്കുക പള്ളിയാക്കി തന്നത് മെയ്യായില്ലേ? ആ പള്ളിയിലെ കാർപ്പറ്റ് വെച്ച് തന്നത് മെയ്യായില്ലേ? പള്ളിയിൽ AC വെച്ച് തന്നത് മെയ്യായില്ലേ? പേടി എന്ത് കാരണം പള്ളിയിൽ AC വെച്ചോ? അപ്പൊ എന്താ കാരണം? AC ഇട്ടിട്ട് വർഗോടെ ചാവിടി പള്ളിയിൽ പള്ളിയിൽ AC ഉണ്ടോ? വെള്ളിയാസരന്റെ വേഗമുണ്ട് ഇപ്പൊ വെള്ളിയാസരന്റെ വേഗല്ലേ വണ്ടേ എന്റെ പള്ളിയിൽ AC ഉണ്ട്, നല്ല സെക്കുണ്ട്. പോയിട്ട് കാലെല്ലാം നീട്ടിട്ട് ഒന്ന് ചാരിയിട്ട് ഒന്ന് കിടക്കാം. ഞാൻ ചൊന്നോണ്ട് വന്നു ആ എല്ലാ സൗകര്യവും ആക്കി തന്നില്ലേ? ആ എല്ലാ സൗകര്യവും ആക്കി തന്നിട്ട് നിസ്കരിക്കുന്ന ടൈമിലോ നിന്റെ തലയിൽ ബൈക്കണായ തൊപ്പിയും കൂടി കമ്മിറ്റിയുടെ സൗകര്യമാക്കി തരണ. എന്തേ നിന്റെ കീസൽ എപ്പോലും ഒരു തൊപ്പി വെച്ചിട്ട് നടക്കുക?